ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമത്തിന്റെ 100ാം വാർഷികാഘോഷം ഇന്ന് ഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും. നാരായണ ഗുരുദേവന്റെ ആശയത്തിൽ എത്ര ആഴത്തിൽ ഉൾക്കൊണ്ട മറ്റൊരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ചൂണ്ടിക്കാണിക്കാനാകില്ലെന്ന് ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടിരുന്നു. പണ്ടത്തെ രൂപത്തിലുള്ള ജാതിഭേദ ചിന്ത രാജ്യത്ത് നിലനിൽക്കുന്നില്ല എങ്കിൽ തന്നെയും ജാതി മനുഷ്യൻ്റെ മനസ്സിലിപ്പോൾ കുടികൊള്ളുകയാണ്. ജാതിഭേദം കൊണ്ടും ചാതുർവർണ്ണ വ്യവസ്ഥ കൊണ്ടും നമുക്ക് മുന്നേറുവാൻ സാധിക്കുകയില്ല. അതിനെ ദൂരീകരിക്കുക എന്നതായിരുന്നു ഗുരുവിൻ്റെയും ഗാന്ധിജിയുടെയും ആത്യന്തികമായ ലക്ഷ്യം. ഡൽഹിയിൽ വിജ്ഞാന ഭവനിൽ നടക്കുന്ന സമ്മേളനത്തിലൂടെ മനുഷ്യരെല്ലാം ഒന്ന് എന്നുള്ള മഹിതമായ സന്ദേശം ലോകമെമ്പാടും എത്തിക്കുവാൻ ബഹുമാന്യനായ നരേന്ദ്രമോദിജിയുടെ സന്ദേശം പര്യാപ്തമാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ശ്രീകാന്ത് ചേരുന്ന വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഇന്നത്തെ ഈ സമാഗമത്തിന്റെ 100ാം വാർഷികാഘോഷങ്ങൾ ഡൽഹിയിൽ എപ്പോഴാണ് ആരംഭിക്കുന്നത്? പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്നുണ്ട്. മറ്റാരൊക്കെ പങ്കെടുക്കും? വിവരങ്ങൾ. മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവന്റെയും സമാഗമത്തിന്റെ 100ാം വാർഷികം ഡൽഹിയിൽ വിഗ്യാൻ ഭവനിൽ ആരംഭിക്കാൻ പോവുകയാണ്. അതിൻ്റെ പരിപാടി പ്രധാനമന്ത്രി എത്തുന്നത് 11 മണിക്കാണ്. അദ്ദേഹത്തിന് 11 മണിക്ക് അദ്ദേഹം ഈ വിഗ്യാൻ ഭവനിലേക്ക് എത്തി ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യും. 1925 മാർച്ച് 12-ന് മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുദേവനും ശിവഗിരി മഠത്തിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ ആഘോഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ശിവഗിരി മഠത്തിൻ്റെ ശ്രീനാരായണ മഠവുമായി ബന്ധപ്പെട്ട് ഈ ശിവഗിരി മഠവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആളുകളെല്ലാവരും തന്നെ ഈ ഡൽഹിയിൽ എത്തിച്ചേർന്നിരുന്നു. സ്വാമി സച്ചിദാനന്ദ അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ പൗരപ്രമുഖരായ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നും ഈ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. നാട്ടിൽ നിന്നുള്ള ഒരുപാട് ആളുകൾ, വലിയ ജനസഞ്ചയം തന്നെ ഒഴുകിയെത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സ്വാമിമാർ ഓരോരുത്തരായി ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ട സ്വാമിമാർ ഓരോരുത്തരായി എത്തുന്ന ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാനും സാധിക്കുകയും ചെയ്യും. 11 മണിക്ക് പ്രധാനമന്ത്രി പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതിന് ജോർജ് കുര്യൻ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. അടൂർ പ്രകാശ് MP ഈ പരിപാടിയുടെ ഭാഗമായി എത്തുന്നുണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകൾ എല്ലാവരും തന്നെ ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം ഓർക്കേണ്ടത്, 2 ചരിത്ര പുരുഷന്മാരുടെ സമാഗമത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ് നടക്കാൻ പോകുന്നത്. 100 വർഷങ്ങൾ ആകുന്ന ഒരു സാഹചര്യം. മഹാത്മാഗാന്ധിയും അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവനും തമ്മിൽ കൂടിക്കാഴ്ച നടന്ന സമയത്ത് മഹാത്മാഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു എന്നുള്ളത് സ്വാമി സച്ചിദാനന്ദ കഴിഞ്ഞ ദിവസം നമ്മൾ അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഈ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് എന്നുള്ള അങ്ങയുടെ ഒരു തത്വം അത് എങ്ങനെ പ്രാവർത്തികമാകും എന്ന് ചോദിച്ചപ്പോൾ ഒരു മാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ മഹാത്മാഗാന്ധിക്ക് അതിൽ ഒരു ദിശാബോധം നൽകി എന്ന് സ്വാമി സച്ചിദാനന്ദ ഇന്നലെ പറയുകയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്നലെ പറഞ്ഞൊരു കാര്യം, ശ്രീനാരായണ ഗുരുദേവ ദർശനങ്ങളെ ഇത്ര ആഴത്തിൽ ഉൾക്കൊണ്ട മറ്റൊരു പ്രധാനമന്ത്രിയും ചരിത്രത്തിൽ ഉണ്ടാകില്ല എന്ന് നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഇന്നലെ സ്വാമി സച്ചിദാനന്ദ പറയുകയും ചെയ്തിരുന്നു. അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ പ്രതികരണമാണ്. നമുക്ക് 1-2 ആളുകളുടെ പ്രതികരണം കൂടി എടുത്തു പോകാമെന്ന് തോന്നുന്നു. ചേട്ടാ, എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ മയൂർ ഫേസ് 2. ഇത് ഇത്രയും വലിയൊരു പരിപാടി, ഒരു 100 വർഷം തികയുകയാണ്. 2 പ്രധാനപ്പെട്ട ചരിത്ര പുരുഷന്മാർ കണ്ടുമുട്ടിയതിൻ്റെ വലിയൊരു ആഘോഷമായി മാറുകയാണല്ലേ? അതെ, തീർച്ചയായും ഇതൊരു ചരിത്ര സംഭവം തന്നെയാണ്. ഒരുപാട് പേര് എത്തിയിട്ടുണ്ടോ ആ ഭാഗത്ത്? ഒത്തിരി എത്തിയിട്ടുണ്ട്. പലരും ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അനവധി ആളുകൾ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ സച്ചിദാനന്ദ സ്വാമി കൂടി എത്തുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിയും എന്ന് തോന്നുന്നു. സ്വാമി, നമസ്തേ. ഇന്ന് ഇതൊരു ചരിത്ര സംഭവം. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 2 ചരിത്ര പുരുഷന്മാർ കണ്ടുമുട്ടിയതിൻ്റെ ഓർമ്മ പുതുക്കൽ നടക്കുന്നു. 100 വർഷം തികയുകയാണ്. സ്വാമി, എങ്ങനെയാണ് ഈ അവസാന നിമിഷത്തെ ഒരുക്കങ്ങൾ? എങ്ങനെയാണ് ഇതൊരു വലിയ മഹാസംഭവമായി മാറാൻ പോവുകയാണ്? ഏതാണ്ട് 2000-ഓളം പ്രതിനിധികളാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ഭാരതത്തിൻ്റെയും മഹാത്മാഗാന്ധിയുടെയും ചരിത്രത്തിൽ വലിയ ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തിയ സംഭവമാണ് ഇരുവരും തമ്മിൽ ശിവഗിരിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ച. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും അതുപോലെ ഇന്ത്യയിലെ നവോത്ഥാന പ്രസ്ഥാനത്തിലും കാമ്യമായ സംഭാവനകൾ ചെയ്യുവാൻ ഈ സംഭാഷണത്തിന് സാധിച്ചിട്ടുണ്ട്.
അതിൻ്റെ പ്രത്യേകതയും സവിശേഷതയും മനസ്സിലാക്കിക്കൊണ്ടാണ് ഡൽഹിയിൽ വെച്ച് ശിവഗിരി മഠത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഈ ശതാബ്ദി സമ്മേളനം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിച്ച് നടത്തുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ പ്രധാനമന്ത്രിയെക്കുറിച്ച് പറഞ്ഞു, പ്രധാനമന്ത്രിയുടെ പങ്കാളിത്തം കൂടി ഈ ഒരു പരിപാടിയുടെ മാറ്റുകൂട്ടുന്ന ഒരു സംഗതിയായി മാറില്ല. ഇന്നലെ തന്നെ അങ്ങ് പറയുകയുണ്ടായി, ശ്രീനാരായണ ദർശനങ്ങളെ വളരെ ആഴത്തിൽ പഠിച്ച വ്യക്തി കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന്. തീർച്ചയായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ത്യയിൽ മറ്റൊരു പ്രധാനമന്ത്രിയും കാണിക്കാത്ത രൂപത്തിലുള്ള ആദരവും അംഗീകാരവും ശ്രീനാരായണ ഗുരുവിന് നൽകിക്കൊണ്ട് ഗുരു ഇന്ത്യയുടെ ആത്മചൈതന്യമാണെന്ന് അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു. മാത്രമല്ല, ഗുരുവിൻ്റെ ദർശനത്തിൽ അധിഷ്ഠിതമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാം ഇത് എന്നുള്ള സന്ദേശമാണ് ഗുരു ലോകത്തിന് ആദ്യമായി നൽകിയത്. ആ സന്ദേശത്തിൻ്റെ വെളിച്ചത്തിലുള്ളൊരു ഭാരതമാണ് കെട്ടിപ്പടുക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്ന് അന്നത്തെ രാഷ്ട്രപതി ശ്രീ രാംനാഥ് കോവിന്ദ് അവർ പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ ഭരണസമിതിയുടെ ഒരു നിശ്ചയദാർഢ്യം പാർലമെൻറ്റിൽ പ്രഖ്യാപനം ചെയ്യുകയുണ്ടായി. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഭാരതമൊട്ടാകെ ഇപ്പോൾ നടന്നു വരുന്നു എന്ന് കാണുന്നതിൽ ശിവഗിരി മഠത്തിന് വലിയ സന്തോഷമുണ്ട്. അപ്പോൾ സ്വാമി, ഇതൊരു ചരിത്ര സംഭവമായി മാറട്ടെ, എല്ലാവിധ ആശംസകളും. അപ്പോൾ സ്വാമി സച്ചിദാനന്ദ അടക്കമുള്ള സന്യാസി ശ്രേഷ്ഠന്മാരടക്കം ഇപ്പോൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഈ വിഗ്യാൻ ഭവനിലേക്ക് എത്തിച്ചേരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് മഹാപുരുഷന്മാരുടെ, ചരിത്ര പുരുഷന്മാരുടെ സമാഗമത്തിൻ്റെ ഓർമ്മകൾ ഈ ഡൽഹിയിൽ ഇപ്പോൾ അലയടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തീർത്തും തെറ്റില്ല. കാരണം 1925 മാർച്ച് 12 ശിവഗിരി മഠത്തിൽ വെച്ച് മഹാത്മാഗാന്ധിയും അതോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവനും നടത്തിയ കൂടിക്കാഴ്ചയുടെ ഓർമ്മകൾ പുതുക്കുകയാണ്. ആ ആഘോഷമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. 11 മണിക്ക് തന്നെ പ്രധാനമന്ത്രി എത്തിച്ചേരും. 40 മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ പരിപാടി ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്തായാലും വലിയ ചരിത്ര സംഭവമായി ഇത് മാറട്ടെ എന്നുള്ള ആശംസകൾ നേരുന്നു. തീർച്ചയായും അപ്പോഴേക്കും തിരിച്ചു വരാം ശ്രീകാന്ത്. ശ്രീനാരായണ ഗുരു മഹാത്മാഗാന്ധി സമാഗമത്തിന്റെ 100ാം വാർഷികാഘോഷമാണ് ഇന്ന് ഡൽഹിയിൽ നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിപാടി ഉദ്ഘാടനം ചെയ്യും.